പ്രൈസ് ഗാഡ്. സ്ക്രീൻ അഡിക്ഷൻ. നിങ്ങൾ വിചാരിക്കുക, എൻ്റെ സിസ്റ്റർ ഞങ്ങൾ എത്രയോ തവണ കേട്ടിരിക്കുന്നു, എന്തുമാത്രം മോട്ടിവേഷണൽ ക്ലാസ്, സെമിനാർ, വർക്ക്ഷോപ്പ്, റാലി, പ്രതിജ്ഞ, റോൾ പ്ലേ, ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സ്ക്രീൻ അഡിക്ഷനെ പറ്റി കേട്ടിട്ടുള്ളത്. സത്യമല്ലേ? സത്യമല്ലേ? സ്കൂളിൽ, പള്ളിയിൽ, പരിപാടിയുള്ള എല്ലാ സ്ഥലങ്ങളിൽ വരുന്നവരൊക്കെ പ്രസംഗിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ഒരു ടോപ്പിക്കാണ് സ്ക്രീൻ അഡിക്ഷൻ. ഓക്കെ, സിസ്റ്ററും അത് പറഞ്ഞു തരുന്നു. കാരണം സ്ക്രീനിനപ്പുറം സുന്ദരമായിട്ടുള്ള ഒരു ലോകമുണ്ട്. അത് നമ്മുടെ കുഞ്ഞുമക്കൾ മിസ്സായി പോകരുത്. അതുകൊണ്ടാണ് സിസ്റ്ററും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾക്കാണ് കുട്ടികൾക്ക് നിങ്ങൾ മൊബൈൽ കൊടുക്കുമ്പോൾ മയക്കുമരുന്നാണ് കൊടുക്കുന്നത്. ഇത് സിസ്റ്ററിൻ്റെ കണ്ടുപിടുത്തമല്ല, റിച്ചാർഡ് ജോസഫ് എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞതാണ്. കറക്റ്റല്ലേ? നമ്മുടെ ഇന്നത്തെ ചുറ്റുവട്ടമൊക്കെ നോക്കുമ്പോൾ ഏകദേശം ആ പറഞ്ഞതിനോട് സിസ്റ്റർ യോജിക്കുന്നു, മാതാപിതാക്കളും യോജിക്കുമെന്ന് സിസ്റ്റർ കരുതുന്നു. ഓക്കെ, വിചാരിക്കുക, നിങ്ങൾ മൊബൈൽ കൊടുക്കുമ്പോൾ അത് മയക്കുമരുന്നാണല്ലോ. മയക്കുമരുന്നിനേക്കാൾ കൊടിയ വിഷമാണ്. നമുക്കറിയാം, മദ്യപാനത്തിന് മരുന്ന് ഉണ്ട് അത്യാവശ്യം, മയക്കുമരുന്നിനും അത്യാവശ്യം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു, റിസർച്ച് നടക്കുന്നു. മയക്കുമരുന്ന് ആവശ്യത്തിന് ചികിത്സാ രീതികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. എന്നാൽ സ്ക്രീൻ അഡിക്ഷനോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, ഓൺ ദ പ്രോസസ്സാണ്. അപ്പോൾ മൊബൈൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണാനുള്ള എൻ്റർടൈൻമെൻറ്റ് കാണാനുള്ള അവസരങ്ങൾ കൂടുതൽ കൊടുക്കുമ്പോൾ, പ്രിയ മാതാപിതാക്കളെ, നമ്മൾ മയക്കുമരുന്നിനേക്കാൾ വിഷമാണ് കുഞ്ഞുങ്ങൾക്ക് വിളമ്പുന്നത്. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞു മക്കളൊക്കെ വീട്ടിലുള്ളവരുടെ ശ്രദ്ധയ്ക്ക് 2 വയസ്സിന് 2 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് നമ്മൾ മൊബൈലാകാം, ടാബാകാം, ഹോം സ്ക്രീനിൽ നമ്മളെ വീട്ടിലെ വലിയ TV സെറ്റപ്പൊക്കെ ആയിരിക്കും, അതൊക്കെ ഈ വിഭാഗത്തിൽ പെടും, കമ്പ്യൂട്ടർ. അപ്പോൾ ഈ മെഷീൻസ്, ഈ സാധനങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ 2 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് കൊടുക്കുമ്പോൾ അവരെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവരാക്കി നമ്മൾ മാറ്റുന്നു, പഠിക്കാൻ കഴിവില്ലാത്തവരാക്കി മാറ്റുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നമ്മളായിട്ട് ആരോഗ്യമില്ലാത്തവരാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പല ടെസ്റ്റുകളിലൂടെ സ്പെഷ്യൽ എക്സ്പേർട്സ് ഒക്കെ കൂടി ചേർന്ന് അവർ ഡിക്ലെയർ ചെയ്യുന്നതാണ്, അവർ എഴുതി തരുന്നതാണ് ഈ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. ആ തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വഴി തെളിച്ചു വിടുന്നത് ആരാ? നമ്മൾ ഓരോരുത്തരുമാണ്. കുറച്ച് മൊമെൻ്ററി സന്തോഷത്തിന് വേണ്ടി ഇച്ചിരി അടങ്ങിയിരിക്കുമല്ലോ, ഒന്ന് മിണ്ടാണ്ടിരിക്കുമല്ലോ, നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാമല്ലോ എന്ന ആ സുഖത്തിന് വേണ്ടി നമ്മൾ അത് കൊടുക്കുമ്പോൾ, എൻ്റെ പ്രിയമക്കളെ, അവരുടെ ജീവിതം തന്നെ നമ്മൾ തകർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഈ കുട്ടിപ്രായം എന്ന് വെച്ചാൽ കുഞ്ഞായിരിക്കുമ്പോൾ മാക്സിമം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ, 5 സെൻസസ്, ഇത് മാക്സിമം ഉപയോഗിക്കാനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, കുട്ടികൾ കൂടുതൽ കാണണം. ഓക്കെ, വ്യക്തികളെ കാണണം, പ്രകൃതിയെ കാണണം, അങ്ങനെ കാഴ്ച വർദ്ധിപ്പിക്കണം. ശബ്ദങ്ങൾ, പലതരം ശബ്ദങ്ങൾ കേൾക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കണം. രുചി, വ്യത്യസ്തമായ രുചികൾ, വ്യത്യസ്തമായ മണം, വ്യത്യസ്തമായ അനുഭവങ്ങൾ, ഇത് കിട്ടാനുള്ള അവസരങ്ങൾ കൊടുക്കേണ്ടതാണ് മാതാപിതാക്കൾ. പ്രിയ മാതാക്കൾ, ചിലപ്പോഴൊക്കെ സിസ്റ്റർ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യില്ലേ, ഒരു 3-4 മണിക്കൂറൊക്കെ ചിലപ്പോൾ നമ്മൾ ദൂരം സഞ്ചരിക്കേണ്ട സമയത്തൊക്കെ നമ്മുടെ അടുത്തും ആൾക്കാർ വരാറുണ്ടല്ലോ. അപ്പോൾ ഒരു ഫാമിലി കയറിയാൽ സാധാരണഗതിയിൽ അപ്പൻ ഫോൺ എടുക്കും, അമ്മ ഫോൺ എടുക്കും, അവരുടെ ബാക്കപ്പായിട്ടുള്ള വേറൊരു ഫോണ് കുട്ടിക്ക് കൊടുക്കുന്നു. കുട്ടിക്ക് കൊച്ചു TV പോലുള്ള ആനിമേറ്റഡ് പ്രോഗ്രാമോ ഗെയിംസോ ഒക്കെ കൊടുക്കുന്നു. അവർ എൻഗേജ്ഡ് ആണ്. ഇനി വല്ലപ്പോഴും ഒക്കെ അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നു, വെള്ളം കുടിപ്പിക്കുന്നു, അവരടങ്ങി ഒരു സ്ഥലത്തിരിക്കുന്നു. പക്ഷേ ഈ സമയമുണ്ടല്ലോ നമുക്ക് മാക്സിമം ഉപയോഗിക്കാമായിരുന്നു. എങ്ങനെയാണ്? പുറത്തോട്ട് നോക്കുമ്പോൾ വേറെ ട്രെയിൻ കാണുന്നു, റെയിൽ പാളം കാണുന്നു, ആൾക്കാർ പോകുന്നത് കാണുന്നു, റോഡ് കാണുന്നു, മല കാണുന്നു, പുഴ കാണുന്നു, വെള്ളം കാണുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവർ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൂടുതൽ ഉപയോഗിക്കാനും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ച് സംസാരിക്കാനും, അങ്ങനെ അവരുടെ ആ അനുഭവ സമ്പത്ത് വർദ്ധിക്കുന്നു. പക്ഷെ ഒരു സാധനത്തിൽ മാത്രം നോക്കിയിരിക്കുമ്പോൾ ലിമിറ്റഡ് ആകുന്നു. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഇത് സിസ്റ്ററിൻ്റെ മൊബൈലാണ്. ഇത് സ്ക്രീനിൻ്റെ വലിപ്പം എത്രയാണ്? വളരെ ചെറുതല്ലേ? ഓക്കെ, ഇതിൽ മാത്രം ഇങ്ങനെ ഞാൻ ഫോക്കസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാവി ജീവിതത്തിൻ്റെ വലിപ്പവും ഇത്രയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? ഇതിൽ നോക്കി എൻ്റെ വിഷനും എൻ്റെ മിഷനും എൻ്റെ ക്രിയേറ്റിവിറ്റിയും എൻ്റെ ഫോക്കസും ഒക്കെ ഇത്രമാത്രം ചെറുതായി ചുരുങ്ങിപ്പോവും. അത് സംഭവിക്കാതിരിക്കാൻ ഇതിൽ നിന്ന് ഞാൻ കണ്ണെടുക്കുമ്പോൾ
മനസ്സിലാകും എൻ്റെ വീട്ടിൽ എന്താ നടക്കണേന്ന്, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കും. ഇതിൽ നിന്ന് കണ്ണെടുത്ത് മാറ്റുമ്പോൾ ഞാൻ മനസ്സിലാക്കും ഈ ലോകം എത്ര സുന്ദരമാണ്, എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, അത്ഭുതങ്ങളുടെ വിസ്മയം തീർത്ത സുന്ദരമായ ലോകം. എൻ്റെ ദൈവമേ നന്ദി. ഈ അവസ്ഥ വരണമെങ്കിൽ ഈ സുനാപ്പിയിൽ നിന്ന്, ഈ കുഞ്ഞു സംഭവത്തിൽ നിന്ന് മാറ്റണം. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത് നിങ്ങൾ എത്രമാത്രം കുറച്ച് കൊടുക്കുന്നു അത്രമാത്രം കുട്ടികൾ വ്യത്യസ്തരായി നല്ല പേഴ്സണാലിറ്റി ഉള്ള മക്കളായിട്ട് വളരും. അപ്പം പ്രിയമക്കളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പം മാതാപിതാക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ ഒരു കുറ്റവാളി നമ്മുടെ വീട്ടിൽ ഉടലെടുക്കും. തോന്നിയതുപോലെ ജീവിച്ചാൽ താൻ തോന്നികളായി മാറും. അങ്ങനെയല്ലേ ചൊല്ല്? അപ്പോൾ ഇത്രയും നേരം സിസ്റ്റർ സംസാരിച്ചത് എന്താ മക്കളെ? ഇതിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കും തോറും നമുക്ക് വിശാലമായ ലോകം തെളിഞ്ഞു വരും. ഓക്കെ, ഇനി സിസ്റ്റർ കുറച്ച് ടിപ്പ് പറഞ്ഞു തരട്ടെ. എങ്ങനെയാണ് ഈ സ്ക്രീൻ അഡിക്ഷൻ കുഞ്ഞുമക്കൾക്ക് നമുക്കൊക്കെ ഹാൻഡിൽ ചെയ്ത് ഈ വിശാലമായ ലോകം നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് സന്തോഷിക്കാനുള്ള വകുപ്പ് പറഞ്ഞു തരട്ടെ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, കുഞ്ഞു കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഓരോ പേപ്പറിനകത്ത് ഓരോ ടിപ്പാണ്. അപ്പോൾ സിസ്റ്റർ കണ്ണടച്ചിങ്ങനെ ഓരോന്ന് എടുക്കും, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. സൊല്യൂഷൻ ഭാഗം എടുക്കട്ടെ. ഓക്കെ, ലിമിറ്റ് ദ സ്ക്രീൻ ടൈം. കണ്ടോ, ലിമിറ്റ് ദ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ടൈം നമ്മൾ കുറയ്ക്കണം. ഓക്കെ, വിചാരിക്കുക, നിങ്ങൾ മെട്രോ പില്ലർ കണ്ടിട്ടുണ്ടോ? മെട്രോ പില്ലർ, അങ്ങനെ ട്രെയിനൊക്കെ, ഫാസ്റ്റ് ട്രെയിൻ പോകുന്ന, ഇലക്ട്രിക് ട്രെയിൻ പോകുന്ന മെട്രോ പില്ലർ. നമ്മുടെ ജീവിതവും നിലനിൽക്കുന്നത് 4 മെട്രോ പില്ലർ പോലെ 4 സ്ട്രോങ് പില്ലറിൻ്റെ കീഴിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ, ഈ മെട്രോ പില്ലർ ഒരു പില്ലർ കേടായാൽ തന്നെ പിന്നെ വണ്ടി ഓട്ടം നിലയ്ക്കും. നമ്മളത് കേട്ടിട്ടില്ല. അതുവരെ സന്തോഷത്തോടെ 180 കിലോമീറ്റർ സ്പീഡിൽ പോയിരുന്ന വണ്ടി പോകാൻ മടിക്കും. അപ്പോൾ പ്രിയമുള്ള മക്കളെ, 4 പില്ലർ എന്ന് പറയുന്ന, ഒരു പില്ലർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം. ഓക്കെ, ഒന്നാമത്തെ പില്ലർ. ഇനി രണ്ടാമത്തെ പില്ലറോ നമ്മുടെ മനസ്സ്, മൂന്നാമത്തെ പില്ലർ നമ്മുടെ സമൂഹം, നാലാമത്തെ പില്ലർ നമ്മുടെ ആത്മീയം. ഓക്കെ, ഈ 4 പില്ലർ മേലാണ് ഇപ്പം സിസ്റ്റർ സുനിതയുടെ ലൈഫ് ഇങ്ങനെ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫ്, സിസ്റ്ററിനെ കാണുന്ന നിങ്ങളുടെ ലൈഫ് ഇതുപോലെ സ്ട്രോങ് പില്ലറാണ്. ഈ പില്ലർ ഒന്ന് പ്രശ്നം പറ്റിയാൽ എന്നാ ചെയ്യും? അതിനെ മൊത്തത്തോടെ ബാധിക്കും, അല്ലേ? അപ്പോൾ ശരീരം, ഓക്കെ, ഇത് സിസ്റ്ററിൽ വരാം. ഇതിന് മുമ്പ് ഇത്തിരി കാര്യങ്ങളെ കൂടി പറയാം. അപ്പോൾ ഒന്നാമത് തന്നെ ശരീരം. ഈ ശരീരത്തിന് നമ്മൾ ഉപയോഗിച്ച് മെഷീനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ പ്രകാശം, അതിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ റേഡിയേഷൻ ഒക്കെ ശരീരത്തിൽ വ്യാപിച്ച് മക്കളെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കും. ഓക്കെ, ഇപ്പോൾ സിസ്റ്റർ ഗ്ലാസ് വെച്ചിരിക്കണല്ലേ, ഇത് കുറച്ച് ഷോർട്ട് സൈറ്റ്, സിസ്റ്ററിന് ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റാത്തത് കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി എന്നാ ചെയ്യണത്? എനിക്ക് അടുത്തുള്ള കാര്യങ്ങൾ മങ്ങിയാണ് കാണുന്നത്, പുറകിരിക്കുന്നതും അധികം കാഴ്ചയില്ലെങ്കിൽ തിക്ക് ഗ്ലാസ് ഞാൻ ഉപയോഗിക്കും, അല്ലേ? ഈ തിക്ക് ഗ്ലാസ് എനിക്ക് പറ്റിയില്ലെങ്കിൽ എന്നാ ചെയ്യും? കാഴ്ചശക്തി കുറഞ്ഞു പോകും. ക്രമേണ കണ്ണിന് കാഴ്ചയില്ലാതാവും. ഓക്കെ, അപ്പം പിന്നെ തപ്പി നടക്കേണ്ടി വരും. അപ്പം ഞാൻ 15 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക, എനിക്ക് എന്തുമാത്രം കാഴ്ചകൾ കാണാനുണ്ട്, പക്ഷേ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കണ്ണ് ചീത്തയായി, മോശമായി, കാഴ്ചയില്ല. രണ്ടാമത്തേത് എന്നാണെന്നറിയാമോ? നമ്മൾ ഈ നാഡീ ഞരമ്പുകൾ, പേശികളെ ബാധിക്കും. നിറയെ നേരം, ഒത്തിരി നേരം, കുട്ടിക്കാലം മുതലേ തുടങ്ങിയ പണിയാണല്ലോ. അപ്പം നമ്മൾ നാഡീ ഞരമ്പുകൾക്ക് പണി കൊടുക്കും. എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ പിടിച്ചു നിർത്താൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്, ഇപ്പോൾ നമ്മുടെ കഴുത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണില്ലേ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ പേശികൾ ബലഹീനമായി തുടങ്ങും. അപ്പോൾ എന്നാ, ബലഹീനമാകുമ്പോൾ ഇങ്ങനെ വാഴ ഒടിയുന്നത് പോലെ നമ്മളിങ്ങനെ താങ്ങി നിർത്താൻ പിന്നെ എക്സ്ട്രാ സംഭവം വേണം. ഓക്കെ, ശരിയാക്കി നിർത്താം. അപ്പോൾ എൻ്റെ കഴുത്ത് പ്രശ്നം. ഇതിനെ ഡ്രെഡ് ഡ്രോപ്പ് സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തു പോകും. ഓക്കെ, അങ്ങനെ പ്രശ്നം പറ്റുന്നവരുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ പ്രശ്നം വരും. പിന്നെ എൻ്റെ മക്കളെ, ബ്ലഡ് ക്യാൻസർ നമുക്കറിയാം. ക്യാൻസറുകളിൽ ഇച്ചിരി സീരിയസ് ആയിട്ടും പെട്ടെന്ന് റിക്കവറി പാടായിട്ടുള്ള ക്യാൻസേഴ്സിലൊന്നാണ് ബ്ലഡ് ക്യാൻസർ. അത് നമുക്ക് പിടിപെടും. അപ്പം കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് ചിലപ്പോൾ സ്വർഗത്തിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ബ്ലഡ് ക്യാൻസറായി, കണ്ണടിച്ചു പോയി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ തലച്ചോറിൻ്റെ വികസനം ഡിമ്മായി പോവും. എന്നുവെച്ചാൽ ഓരോ പ്രായത്തിലും, കുട്ടിക്കാലത്താണ് ഇതിൻ്റെ വളർച്ചയൊക്കെ ത്വരിതഗതിയിൽ നടക്കുന്നത്. ഈ സംഭവമൊക്കെ വളർച്ച കാണത്തില്ല, പ്രായത്തിനനുസരിച്ച് നമ്മൾ ചിന്തിക്കത്തില്ല.
പ്രായത്തിനനുസരിച്ച് ആ ഫീല് വരത്തില്ല. ചിലപ്പം ഭയങ്കര കുട്ടിത്തമായിരിക്കും. 18 വയസ്സുകാരൻ കുട്ടിത്തം കാണിക്കുന്നത് ശരിയല്ലല്ലോ, അല്ലേ? സമൂഹത്തിന് അതനുസരിച്ചുള്ള സ്വഭാവ രീതികൾ, സംഭാഷണം, ലാംഗ്വേജ്, പഠനം എല്ലാം മാറണം. അതൊന്നും മാറിയില്ലെങ്കിലോ പ്രശ്നം. കാരണം അതിനുള്ള നമ്മൾ പറയില്ലേ, അതിനുള്ള ഗുട്ടൻസ് ഇല്ല, ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ വളർച്ച നില്ലായിപ്പോവും. അപ്പോൾ ഇത് ശരീരത്തിൻ്റെ ഏകദേശ ഭാഗം. ഇനി സിസ്റ്റർ പറഞ്ഞ അടുത്ത പില്ലർ എന്താ? മനസ്സ്. മനസ്സ് ക്രമേണ ഭയമുള്ളവരും ഭാവനയില്ലാത്തവരുമായി മാറും. ഓക്കെ, നമ്മൾ ഹൈപ്പർ എന്ന് പറയത്തില്ലേ, ഒരു ഹൈപ്പർ ADHD വരാൻ സാധ്യതയുണ്ട്. പിന്നെ ശ്രദ്ധയില്ല, എപ്പോഴും അശ്രദ്ധയാണ്. ഫോക്കസ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പം വിചാരിക്കുക പേടി കാരണം, ഭയം കാരണം, അയ്യോ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ റൂമിലിരുന്നോളാം. ഒരു പരിപാടി വരുവാണ്, അയ്യോ എനിക്ക് പരിപാടിയൊന്നും പാട്ട് പാടാൻ വയ്യ, വർത്തമാനം പറയാൻ പറ്റില്ല, ഒരു കുറച്ച് ആൾക്കൂട്ടത്തിൽ എണീറ്റ് നിന്ന് എൻ്റെ അഭിപ്രായം സ്വതസിദ്ധമായി കണ്ണിൽ നോക്കി പറയാൻ എനിക്ക് പറ്റില്ല. പേടി, ഭയം. ഓക്കെ, എല്ലാത്തിൽ നിന്നും നമ്മൾ ഒളിച്ചോടി. ജോലിക്ക് പോകണം, അത് പറ്റത്തില്ല, അങ്ങനെ എല്ലാവരുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഡിഫറെൻ്റ് ഇമോഷനുള്ള ഡിഫറെൻ്റ് ആൾക്കാർ സമൂഹത്തോട് ചേർന്ന് പ്രവർത്തിക്കാനോ അവരെ മനസ്സിലാക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം, ഞാൻ ഈ റൂമിൽ ഇരുന്നോളാം, അമ്മ ഉള്ളത് തന്നാൽ മതി, ഞാൻ അത് കഴിച്ച് ഇവിടെ ഇരുന്നോളാം. ആ ഫീലിങ്ങിൽ പേടി. പിന്നെ എന്നാ ഭാവന വേണ്ടേ നമുക്ക് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, കാര്യങ്ങൾ സംസാരിക്കാനുള്ള ആ ഭാവനാശേഷി പോവും. അപ്പോൾ 2 ഭാഗമായപ്പോൾ തന്നെ മെട്രോ പില്ലറിൻ്റെ 2 എണ്ണം ഇച്ചിരി വളഞ്ഞു, പ്രശ്നമായില്ലേ? ഓക്കെ, ഇനി അടുത്ത തന്നെ സാമൂഹ്യം. ഈ പ്രശ്നങ്ങളൊക്കെ കാരണം കരിയർ ഡെവലപ്മെൻ്റ് ഇല്ല, കരിയർ ഗ്രോത്ത് ഇല്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ കൂടെ ഉള്ളവരൊക്കെ പഠിച്ച് ഒരു തരത്തിലായി, ഞാൻ മാത്രം ഇങ്ങനെ. അപ്പോൾ അലുമിനായി വിളിച്ചു കൂട്ടൂലേ? അപ്പോൾ നമ്മൾ പോവുമോ? എല്ലാവരും ചോദിക്കുക, എന്തായി, എവിടെയായി ഇപ്പോൾ, എന്ത് ജോലിയാണ്, എന്ത് പഠിക്കുന്നു, വിദേശത്താണോ സ്വദേശത്താണോ? ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാനൊന്നുമില്ല, ബെറ്റർ നോട്ട് ടു ഗോ. ഞാൻ റൂമിൽ, എനിക്ക് അലുമിനിയും വേണ്ട, പഴയ സ്കൂളും വേണ്ട, കൂട്ടുകാരെയും കാണണം, ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്ക് റീചാർജ് ചെയ്ത് തന്നാൽ മതി. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ മക്കളെ നമ്മുടെ കുഞ്ഞുങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ അങ്ങനെ ആകരുത്. ഇനി ഒരു പോയിന്റും കൂടി സിസ്റ്റർ ഇട്ടല്ലോ. ഏതാ? ശരീരം പറഞ്ഞു, മനസ്സ് പറഞ്ഞു, സാമൂഹ്യം പറഞ്ഞു, ഇനി എന്താ? ആത്മീയം. ഈ ആത്മീയം എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, സ്നേഹം. ദൈവം സ്നേഹമാണ്, ക്രിസ്തു സ്നേഹമാണ്. സ്നേഹം കൊണ്ട് നിറയുമ്പോൾ അവിടെ ക്രിസ്തു ജനിക്കുന്നു, അല്ലേ? നമ്മൾ 1 യോഹന്നാൻ 4:7-8 കാണും. ബൈബിൾ എടുക്കട്ടെ, നമുക്ക് തുറന്ന് യഥാർത്ഥ വചനം നമുക്ക് പഠിക്കാം. അതുപോലെ സങ്കീർത്തനം 4-4 അധ്യായം 7-8 ആ തിരുവചനം പറയുന്നുണ്ട് ഈ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവൻ്റെ അവസ്ഥ. ഓക്കെ, നമുക്ക് ആദ്യം സങ്കീർത്തനം എടുക്കാം. സങ്കീർത്തനം 4:7-8 ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. സന്തോഷം തരും, ഓക്കെ, സ്ക്രീന് തരും. ആനന്ദം നമ്മുടെ ഉള്ളിൽ വസിക്കും, ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കും. ഇത് പുറംചട്ടയാണ്. ഓക്കെ, ഈ പുറംചട്ടയെ നമ്മൾ ഒരുക്കിയെടുക്കുന്നതാണ്, അതായത് ഈ മോഡിഫിക്കേഷൻ നടത്തുന്നതാണ് സ്ക്രീന്. അതെനിക്ക് സന്തോഷം തരും, ഇച്ചിരി ആസ്വാദനം, റിലാക്സ് തരും. പക്ഷേ ആനന്ദം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ 3ാമത്തെ ലെയറാണ്. നമ്മൾ പറയില്ലേ, ശരീരം, മനസ്സ്, ആത്മാവ്. ഓക്കെ, അതിൻ്റെ ഉള്ളിലാണ് ഈ ദൈവം വസിക്കുന്നത്. പുറംചട്ട മിനുക്കി നടക്കുമ്പോൾ അകത്തിലെ സാധനം നമ്മൾ മറന്നുപോകും, ഫീഡ് ചെയ്യാൻ മറന്നുപോകും. അപ്പോൾ എന്നാ, സന്തോഷം കൊണ്ട് തൃപ്തിയാകും, ആനന്ദം വരത്തില്ല. അപ്പോൾ ഈ വചനത്തിൽ എന്നാ പറയണത്? ധാന്യവും വീഞ്ഞും, അത് ഈ പുറംകുപ്പായം അല്ലേ, നമ്മളെ ശരീരം പുഷ്ടിപ്പെടുത്താനുള്ളത്. ഇതിനേക്കാൾ സന്തോഷം, ആനന്ദം ദൈവം തരും. ഇനി അടുത്ത വചനം നോക്കിയേ, ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവേ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഇന്ന് ഉറക്കമുണ്ടോ മക്കളെ? ഉറക്കവും ഇല്ല. ചിലവരെന്നാ ഇത്തിരി ഉറങ്ങണമെങ്കിൽ മരുന്നിന് വരെ ആശ്രയിക്കും. ഓക്കെ, ആൻറ്റി ഡിപ്രസൻ്റ് മെഡിസിൻസിനെ ആശ്രയിക്കും. വേണ്ട, സുരക്ഷിതത്വം ഉണ്ടോ? നമുക്ക് വന്ന് എല്ലാം ഉണ്ട്, സുരക്ഷിതത്വം ഇല്ല. സുരക്ഷിതത്വം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, മക്കളെ നിങ്ങളൊന്നും അല്ല കേട്ടാ, സിസ്റ്റർ വേറെ കഥയാണ് പറയുന്നത്. ചില ചേട്ടന്മാരെയും ചേച്ചിമാരെയും വിചാരിക്കുക, സുരക്ഷിതത്വം വീട്ടിൽ സന്ധ്യ ഇരുട്ടായി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് അടുക്കളയിൽ പോയി, എൻ്റെ സ്വന്തം വീടിൻ്റെ അടുക്കളയിൽ പോയി വെള്ളം കുടിക്കാൻ പേടി. എന്തെങ്കിലും സംഭവിക്കുമോ, ആരെങ്കിലും വരുമോ, കളമാരുണ്ട് എങ്കിലും നമ്മൾ ഇത്രമാത്രം പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലേ, നമ്മൾ റൂമൊക്കെ പൂട്ടിയിട്ടില്ലേ, കുറ്റിയിട്ടിട്ടില്ലേ, കാര്യങ്ങൾ അതിൻ്റെ സെറ്റപ്പൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ പോയി
സ്വന്തം വീട്ടിൽ പോയി സ്വതസിദ്ധമായി സ്വാതന്ത്ര്യത്തോടെ രാത്രി പെരുമാറാൻ പേടി, ടെറസിൽ കിടക്കുന്ന ഡ്രസ്സ് ഒറ്റയ്ക്ക് പോയി എടുക്കാൻ പേടി, ബാത്റൂമിൽ പോവാൻ പേടി, വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കാൻ, ലൈറ്റില്ലാതെ ഉറങ്ങാൻ പേടി, സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ വചനം നമ്മളോട് പറയുന്നത് എന്നാ മക്കളെ, നമ്മൾ ദൈവത്തിന് ആ ഉള്ളിലുള്ള ആത്മാവിനെ ജ്വലിപ്പിക്കുമ്പോൾ നമുക്കിതെല്ലാം കിട്ടും. അല്ലെങ്കിൽ പുറംമൂടി മാത്രം കാണും, ആത്മാവ് മരവിച്ച് മനുഷ്യരായി ജീവിക്കേണ്ടി വരും. വേണോ? ഒന്ന് മനസ്സിലൊന്ന് കണ്ടു നോക്കിയാൽ നമ്മുടെ മക്കൾ എവിടെ നിൽക്കുന്നു? അവരുടെ ഈ പ്രവർത്തന രീതിയും ശൈലികളൊക്കെ കാണുമ്പോൾ അവർ ഈ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളിലൂടെ കടന്നുപോയി വളരെ പ്രശ്നമുള്ള കുഴപ്പമുള്ള മക്കളായി തീരുന്നവരാണോ അതോ അന്തസ്സോടുകൂടി അഭിമാനത്തോടെ ജീവിക്കുന്നവരാണ്? ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വചനത്തിലേക്ക് പോകാം. 1 യോഹന്നാൻ 4:7-8. ഓക്കെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ഓക്കെ, ഇതിൻ്റെ അഡിക്ഷൻ കൂടിക്കഴിയുമ്പം വ്യക്തികളുമായിട്ടുള്ള ബന്ധം കുറയും അല്ലേ? അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം ഇഷ്ടമുള്ള കാര്യങ്ങളായി മാറും. ഇപ്പോൾ ഒരു കുഞ്ഞു ഉദാഹരണം പറയാം. സിസ്റ്റർ കഴിഞ്ഞ ആഴ്ച ഒരു കുഞ്ഞിനെ കണ്ടു. ഈ 2026 ബോർഡ് എക്സാമിൽ അറ്റൻഡ് ചെയ്യേണ്ട ICSE സിലബസിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി. അപ്പോൾ അച്ഛൻ അവൾക്ക് ടാബ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മാറ്റിയപ്പോൾ കൊച്ചിന് ഭയങ്കര ദേഷ്യം. നമുക്കറിയാം, അല്ലെങ്കിലും ദേഷ്യമാണ്. ഈ ദേഷ്യത്തിൻ്റെ അളവ് കൂടി വാശിയായി മാറി. ഈ അച്ഛനാണ് എല്ലാ ദിവസവും 2 വീലറിൽ അല്ലെങ്കിൽ അവർക്ക് 4 വീലറുണ്ട്, അതിൽ കയറ്റി സ്കൂളിൽ മുറ്റത്ത് കൊണ്ടുപോയി വിടുന്നത്. ഈ സംഭവം എടുത്ത് മാറ്റിയതിന് ശേഷം അപ്പം കൊണ്ടുവിടണ്ട. അപ്പോൾ അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് കൊച്ചു ബസ് കയറി സ്കൂളിൽ പോകും. അപ്പോൾ അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ വാശി 1-2 ദിവസമല്ല, കൊച്ചു കംഫർട്ടബിളാണ്. അങ്ങനെ അതിൽ ഒരു പ്രശ്നമില്ല. പപ്പയുടെ വികാരങ്ങളോ സങ്കടങ്ങളോ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ക്രമേണ സ്കൂൾ ഐഡൻറ്റിഫൈ ചെയ്തു, സ്കൂൾ പ്രിൻസിപ്പൾ അറിഞ്ഞു. അങ്ങനെ സിസ്റ്ററിൻ്റെ അടുത്ത് കേസ് വന്നു. എൻ്റെ കൂട്ടാ, സിസ്റ്ററിൻ്റെ ഈ കേസ് വെറൈറ്റി കേസാണ്. പറഞ്ഞു നോക്കി, കണ്ണടച്ച്. ഇങ്ങനെ ക്രിസ്ത്യൻ കൊച്ചാണ്. ഈശോ എന്താ പറയുന്നത് ഈ സാഹചര്യത്തിൽ? ഈശോ പറയുന്നു പപ്പയോട് ക്ഷമിക്കാൻ, വണ്ടി കയറി പോകാൻ, പക്ഷെ ഞാൻ പോകത്തില്ല. ആ ഒരു കാര്യമില്ലേ സിസ്റ്റർ, ആ ഒരു കാര്യമില്ല, എനിക്ക് അച്ഛൻ്റെ കൂടെ പോകണ്ട, ഞാൻ ബസ്സിൽ പൊക്കോളാം. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് ദൈവം പറയുന്നുണ്ട്, പക്ഷെ അത് കേൾക്കാനുള്ള, അത് ഫോളോ ചെയ്യാനുള്ള മനസ്ഥിതിയില്ല. രണ്ടാമത് ചോദിച്ചു, ദൈവം പറഞ്ഞ കൽപ്പനകൾ, 10 കൽപ്പനകളിൽ 4ാം കൽപ്പനയാണല്ലോ മാതാപിതാക്കളെ ബഹുമാനിക്കുക. ഈ ലോകം കാണിച്ചെന്നത് കാണിച്ചു ഇട്ടിരിക്കുന്ന കമ്മലാര് തന്നു? പപ്പ വാങ്ങിച്ചു തന്നു. ഡ്രസ്സാര് തന്നു? പപ്പ തന്നു. ഇന്ന് ബാഗിലിരിക്കുന്ന ടിഫിൻ ഇതാര് തന്നു? അത് പപ്പയുടെ കാശ് വെച്ചുണ്ടാക്കിയത്. കാരണം അമ്മ ഈ കൊച്ചിനില്ല, അമ്മ മരിച്ചുപോയി. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കുറേ കാര്യം സിസ്റ്ററിന് അറിയാവുന്ന പല കാര്യങ്ങൾ, ടെക്നിക്കും ടിപ്സും സ്ട്രാറ്റജിയൊക്കെ ഉപയോഗിച്ചിട്ടും കുഞ്ഞ് അവസാനം വരെ പിടിച്ചു നിന്നത്, ഞാൻ ബസ്സിൽ പൊക്കോളാം, പപ്പയുടെ കൂടെ എനിക്ക് യാത്ര ചെയ്യണ്ട. ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരപ്പൻ്റെ അവസ്ഥ. എല്ലാം കൊടുത്തു, ചോര നീരാക്കി പണി ചെയ്ത് ഉള്ള സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ച് സമ്പാദിച്ചതെല്ലാം കൊച്ചു പഠിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു, ടാബും ലാപ്പും വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ടും സംഭവിച്ചതുണ്ടോ? അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യണം. ഈ കുഞ്ഞു കുട്ടികളെയൊക്കെ വഷളാക്കുന്നതിന് പിന്നിൽ അപ്പൂപ്പനും അമ്മൂമ്മമാർക്കും ഒരു റോളുണ്ട് കേട്ടോ. നിങ്ങളുടെ പരിപാടി കാണാൻ വേണ്ടി ചിലപ്പോൾ TV സീരിയൽസൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ അത് കാണും. അവർ കണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാണുന്നോ അത് നമ്മുടെ ഭാഗമായി തീരും, എന്ത് കേൾക്കുന്നോ അത് നമ്മുടെ ഭാഷയുടെ ഭാഗമായി തീരും. അപ്പോൾ ഗ്രാൻഡ് പാരൻസിനെ ഏൽപ്പിച്ചിട്ട് പോകുന്ന മാതാപിതാക്കൾ അവരുടെ തിരക്ക് കാരണം, പ്രിയമുള്ളവരെ, അതും അപ്പൂപ്പനും അമ്മൂമ്മയും കുഞ്ഞുങ്ങൾ വഷളാകാനും വഴിതെറ്റിപ്പോകാനുമുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുന്നതിൽ ഒരു റോളുണ്ട്. അപ്പം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം തിരിച്ച് നമ്മുടെ പോയിന്റിലേക്ക് വരാം. അപ്പോൾ സിസ്റ്റർ ആത്മീയതയെ പറ്റി പറഞ്ഞത് എന്താ? സ്നേഹം. എല്ലാത്തിലും സ്നേഹം കൊണ്ട് നിറയ്ക്കുമ്പോൾ അവൻ ആത്മീയനായി മാറി. കാണുന്ന കാഴ്ചകൾ, ചെയ്യുന്ന പ്രവൃത്തികൾ, ഇടപെടുന്ന രീതികളിലൊക്കെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. ഓക്കെ, ലിമിറ്റ് ദ സ്ക്രീൻ ടൈം. എൻ്റർടൈൻ പരിപാടികൾക്കാണ് നമ്മൾ കൂടുതൽ സമയം ഇടുന്നതെങ്കിൽ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ മാക്സിമം അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ടൈം പരമാവധി കുറയ്ക്കുക. ഇത് ഓർക്കാൻ വേണ്ടി നമ്മൾ യൂട്യൂബിൽ ടൈമർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മൊബൈലിൽ അലാമുണ്ട്, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ച് സ്ക്രീൻ ടൈം കുറയ്ക്കണം. അടുത്തത് എടുക്കട്ടെ.
ഇത് ഒരു നീണ്ട സ്ഥാനം. ബുക്ക് വായിക്കുക, ഗാർഡനിങ്, അനിമൽ, ബേർഡ്സ് റെയറിങ്, മ്യൂസിക്, പെയിൻറ്റിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കണം, നമ്മുടെ താലന്ത്, കഴിവുകൾ. ഓക്കെ, ബുക്ക് വായനയാണ് നമുക്കിഷ്ടം, നല്ല ബുക്കുകൾ വാങ്ങി മക്കൾക്ക് കൊടുക്കുക. പെയിൻറ്റിങ് ആണ് ഇഷ്ടം, അതിനെ പ്രചോദിപ്പിക്കുന്ന, വളർത്തുന്ന, ആ കഴിവ് വളർത്തുന്ന സാധ്യതകൾ കൊടുക്കുക. കുട്ടികൾക്ക് കളി അറിയാമെങ്കിലും ഇല്ലെങ്കിലും പുറത്തുള്ള ഗെയിംസ് വളരെ വളരെ നല്ലതാണ്. കൂട്ടുകാരോട് ചേർന്ന് കളിക്കാനുള്ള അവസരം കൊടുക്കുക. പലപ്പോഴും നമ്മൾ മുദ്ര കുത്തും, ഫ്രണ്ട്സിൻ്റെ കൂടി ചീത്തയാകും. അങ്ങനെയല്ല, ഈ ലോകത്തിൽ ആൾക്കാരുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇടപെടണം, മനസ്സിലാക്കണം. ഓക്കെ, നല്ല ഫ്രണ്ട്സാണോ എന്ന് നോക്കുക. പറ്റിയില്ലെങ്കിൽ ഓപ്ഷൻ എ മാറ്റി ഓപ്ഷൻ ബി പിടിക്കുന്നു. പിന്നെ കുട്ടികൾക്ക് വളർത്താനുള്ള പ്രാവ് വളർത്തുക, മീൻ വളർത്തുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ സാധ്യതകൾ ഒരുക്കി കൊടുക്കുക. കൃഷി, വീട്ടിലെ ചെടികൾ നടാം, അതിൻ്റെ വളർച്ച അവർക്ക് നോക്കാം, വെള്ളം ഒഴിക്കാം, ഇങ്ങനെ സാധ്യതകൾ ഒരുക്കി നമുക്ക് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഫോക്കസ് മാറ്റുന്നു. ഇത് മൊബൈലാണല്ലോ, ഈ മൊബൈൽ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് മറ്റ് പല കാര്യങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കൊടുക്കണം. ഇനി അടുത്ത പേഴ്സണൽ സോൺ. ഓക്കെ, ഇതിന് സിസ്റ്റർ ഒരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, സിസ്റ്റർ വരയ്ക്കുന്നില്ല, ഒരു വൃത്തം, ഇത് ഒരു ഡോട്ട് ഇട്ടു. ഓക്കെ, ഈ ഡോട്ടിന് ഒരു ചുറ്റും ഒരു സർക്കിൾ ഇട്ടു. ഓക്കെ, വിചാരിക്കുക ഈ ഡോട്ട് എന്ന് പറയണത് ഞാനാണ്. ഇനി എൻ്റെ അടുത്ത് ഒരു സർക്കിളില്ലേ, എൻ്റെ ഏറ്റവും അടുത്ത് വരേണ്ടത് ആരാ? കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം പപ്പയും അമ്മയുമാണ് ഈ ആദ്യത്തെ സർക്കിളിൽ വരേണ്ടത്. ഇനി ഈ സർക്കിളിനിടയ്ക്കിൽ എനിക്കും ഈ സർക്കിളിനും ഇടയ്ക്ക് ഒരു സ്പേസ് ഇല്ലേ, ഒരു ശൂന്യത, അതെൻ്റെ പേഴ്സണൽ സോണാണ്. ആ സോണിൽ ഞാൻ മാത്രം, ആ സോണിനകത്ത് കയറ്റാനുള്ള ഒരേ ഒരാൾ നമ്മുടെ ദൈവം മാത്രം. അവിടെ നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കുന്നത് സ്ക്രീനാണെങ്കിൽ മെഷീൻ കൊണ്ടുപോയി എന്നാണ് അർത്ഥം. പ്രശ്നങ്ങൾ തുടക്കും. ഓക്കെ, ഇത് പേഴ്സണൽ സോൺ എപ്പോഴും കൃത്യമായിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് ഇനി 2 പോയിൻറ്റും കൂടിയുണ്ട്, നമുക്ക് നോക്കാം വേഗം. ഓക്കെ, നോ വർക്ക് ക്ലോസ്ഡ് റൂം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അടച്ചിട്ട റൂമിൽ എപ്പോഴും ഇരിക്കരുത്. ഓക്കെ, നമുക്ക് അപ്പം തെറ്റിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ്. ഓക്കെ, ഏത് കാര്യത്തിനും പ്രിയ മാതാപിതാക്കളെ, കുട്ടികൾ ലക്ഷണം കാണിക്കും, ലക്ഷണം കാണുമ്പം തന്നെ അതിനനുസരിച്ച് പ്രതികരിക്കണം. വളർന്ന് മുറ്റിയാൽ പിന്നെ ബുൾഡോസർ നമ്മൾ വിളിക്കുന്നത് പോലെ ആയിത്തീരും. അതാകാതിരിക്കാൻ അടച്ചിട്ട റൂമിൽ ഇരിക്കാതെ, നമ്മൾ ആൾക്കാർ പാസ് ചെയ്ത് പോകത്തില്ലേ, ഇപ്പോൾ ലിവിങ് റൂം എന്നൊക്കെ പറയാം, അവിടെ ഇരുന്ന് ചെയ്യട്ടെ, അവിടെ ഇരുന്ന് കാണട്ടെ, കളിക്കട്ടെ. അപ്പോൾ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യത കുറയും. ഓക്കെ, ഇനി നമുക്ക് വേറെ കാര്യങ്ങളും കൂടി നോക്കാം. ഓക്കെ, നോ ഫോൺ സോൺ എന്ന് പറഞ്ഞാൽ ചില ഏരിയയിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഫോൺ എടുക്കരുത്. ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് മാതാപിതാക്കളാണേ. അപ്പം പിള്ളേർ തനിയെ ഫോളോ ചെയ്തോളും. ഉദാഹരണം, ഭക്ഷണം കഴിക്കുമ്പോൾ കുടുംബം തീരുമാനിക്കുകയാണ്, ഭക്ഷണം കഴിക്കുമ്പം ഭക്ഷണ ടേബിളിൽ നമ്മൾ ഫോൺ കൊണ്ടുവരില്ല. ഓക്കെ, ഇനി അടുത്ത് പറയുകയാണെന്ന്, പഠിക്കുന്ന സമയത്ത് ഈ റൂമിൽ ഫോൺ വയ്ക്കത്തില്ല, അപ്പുറത്തെ റൂമിലേ ഫോൺ വയ്ക്കത്തുള്ളൂ. കാരണം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കൊരു ഒരു ഇൻട്രസ്റ്റ് വരും, അത് നോക്കും, ഒരു ടെംപ്ടേഷൻ വരും. ഇനി അടുത്തത് ഉറങ്ങുന്ന സമയത്ത് ബെഡിൽ ഫോൺ എടുക്കത്തില്ല. ഈ കാര്യങ്ങൾ ആദ്യം കുടുംബത്തിലെ വലിയവർ പ്രാക്ടീസ് ചെയ്യുക, ക്രമേണ കുട്ടികളെയും ചെയ്യിപ്പിക്കുക, അത് കുടുംബത്തിൻ്റെ ഒരു നിയമമാക്കി മാറ്റുക. ഓക്കെ, ഇതൊക്കെ എന്തിനാ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിട്ട് വളർന്ന് വരാൻ, അഭിമാനമായിട്ട് വരാനാണ്. ഇനി 20-20-20 ഈ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്ത് 20 ഫീറ്റ് അകലെ 20 സെക്കൻഡ് നോക്കണം. ഓക്കെ, അറിയായിരിക്കുമല്ലോ, 20 മിനിറ്റ്സ് കഴിയുമ്പോൾ 20 സെക്കൻഡ്സ് 20 ഫീറ്റ് ഫാറുള്ള ദേശത്തേക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്ക് നോക്കണം. ഞാൻ നമ്മൾ കണ്ണെടുത്ത് ദൂരെ അകലങ്ങളിലേക്ക് നോക്കണം. അതാണ് ലാസ്റ്റ് പോയിന്റ്. ഹായ്, എന്താണ് ഏറ്റവും ബെസ്റ്റ് പോയിൻ്റാണ് ലവ് ബൈബിൾ. മക്കളെ ബൈബിൾ ചുമക്കാനും പിടിക്കാനും വായിക്കാനും പഠിപ്പിക്കണം. ഏത് പ്രശ്നത്തിനും സൊല്യൂഷൻ ഇതിലുണ്ട്. ചെറുതിലേ വായിപ്പിച്ച് ശീലിച്ച് അവരോരോന്ന് വായിക്കുമ്പോൾ അവരെ തലയിൽ കൈവച്ച്, മക്കളെ നല്ലതേ വരും, നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല, നല്ലത് വരും, ദൈവം അനുഗ്രഹിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ശീലിപ്പിച്ചോ, മക്കൾ ബൈബിളിനെ പ്രണയിക്കും, മൊബൈലിനോടുള്ള പ്രണയം കുറയും. അത് ആവശ്യത്തിന് ഉപകരിക്കാനുള്ള ഒരു ഗാഡ്ജറ്റ്സ് ആയിട്ട് മാറും, അല്ലാതെ ജീവിതത്തെ തകർക്കുന്നതായിട്ട് ഒരിക്കലും മാറുകയില്ല. അപ്പം ഇത്രയും പോരെ? ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്താ? സ്ക്രീൻ എത്ര അകലം വയ്ക്കണം, എത്ര ചേർത്ത് വയ്ക്കണം, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ചെയ്യാനുള്ള, അതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള വകുപ്പുകളുമാണ്
നമ്മളിന്ന് ഒന്നിച്ച് ചിന്തിച്ചത്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യില്ലേ? പ്രോമിസ്? മാതാപിതാക്കൾ ശ്രദ്ധിക്കില്ലേ? യെസ്. കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആരോഗ്യത്തോടെ, ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ആത്മാവിനും ഒക്കെ ആരോഗ്യമുള്ള നല്ല കിടുക്കനായിട്ടുള്ള നല്ല കുട്ടപ്പന്മാരായിട്ട് കുട്ടപ്പിമാരായിട്ട് ഏഞ്ചൽസ് ഒക്കെ ഭൂമിയിലെ മാലാഹ കുട്ടികളായിട്ട് നമുക്ക് ജീവിക്കണം. ഓക്കെ, ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.